പിന്നെ വെള്ളം കഴിയുന്ന അയ്യോ കറ കണ്ണി തെറിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രവീണ വരുന്നു. രവീണ മനോഹരൻ ചേട്ടൻ വന്നത്. അപ്പുക്കുട്ടൻ അവധി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസമൊക്കെ നല്ല ഉഴപ്പായിരുന്നു കേട്ടോ. താമസിച്ച് എഴുന്നേൽക്കുക, തോന്നുമ്പോൾ കിടക്കുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. അങ്ങനെ സ്മൂത്തായിട്ട് പൊക്കോണ്ടിരുന്നപ്പോഴാണ് നല്ല രീതിക്ക് റൈറ്റ് സൈഡിൽ ഷോൾഡർ പെയിൻ തുടങ്ങിയത് കേട്ടോ. വിക്സും മൂവും ഒക്കെ ഇട്ടിട്ട് മടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദേഹം അനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന്. അതായത് നമ്മൾ അടുക്കളപ്പണി ചെയ്യുന്നത് വലിയ അനക്കമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് മനസ്സിലായിട്ട് ഇന്ന് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടാണ് 6 മണിക്ക്. 5 മണി തൊട്ടേ ഏട്ടൻ വിളിക്കുകയാണ്, ബാ നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട്. 6 മണിക്ക് ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് വേഗം വന്ന് ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി എൻ്റെ ആ ഉറക്കപ്പിച്ചും കാര്യങ്ങളും ഒക്കെ പോവുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ താഴെ ഈ ഒരു മിററേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെഡി ആവണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വരണം. ഞാനും സീച്ചേട്ടനും ഇതിന് നല്ല പോലെ അംഗം നടക്കാറുണ്ട്, അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി. പക്ഷേ കണ്ടോ, ഇപ്പോൾ ഈ നടക്കുന്നതും ചെറിയ രീതിയിലൊരു അംഗമാണ്. അപ്പോൾ ഏട്ട സൈഡിലോട്ടങ്ങ് ഒതുങ്ങിത്തരും. അപ്പം ഞാൻ മുഖം ആദ്യം ഒന്ന് കഴുകിയിട്ട് അത് നന്നായിട്ടൊന്ന് തുടച്ചു, എന്നിട്ടാണ് കേട്ടോ ബ്രഷൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആദ്യം ഞാൻ വേഗം എൻ്റെ ബ്രഷൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ബ്രഷ് ചെയ്യാൻ കയറിയപ്പോഴത്തേന് ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറി. പണ്ട് നല്ല ശീലം എനിക്ക് ഉണ്ടായിരുന്നു, ഈ നടക്കാൻ പോകുന്നതും എക്സസൈസും കാര്യങ്ങളും എല്ലാം. പിന്നെ ഉഴപ്പായിട്ട് ഞാനിതൊക്കെ നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാനിതുപോലെ നമ്മുടെ ഇടാനുള്ള ട്രാക്ക് സ്യൂട്ടും കാര്യങ്ങളും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് ഇട്ട് കംഫർട്ടബിളായിട്ട് നടക്കാനുള്ള സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അന്ന് വാങ്ങിച്ച കഫ്താൻ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിങ്ങനെ ലൂസായിട്ട് കിടന്നോളും, അപ്പം നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാട്ടോ ഇടുന്നത്. ഈ ഒരു ഗ്രീന് ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഞാൻ ഇതിൻ്റെ എല്ലാ കളേഴ്സും വാങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ ഷൂ ഒക്കെ അവിടാ. അമ്മ പോസ്റ്റിലെ ബൾബിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അത് കത്തുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പം കത്തുന്നുണ്ട്. അത് ആരാ മാറ്റിയെന്നാണ് അമ്മ ചോദിക്കുന്നത്. എനിക്കറിയാവോ അത് ആരാ മാറ്റിയെന്ന്. അപ്പം ഞാൻ ഷൂ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എൻ്റെ ഷൂ യഥാർത്ഥത്തിൽ ജിമ്മിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷൂ ഏട്ടനെടുത്ത് തന്നിട്ട് ഇത് ഇട്ടുകൊണ്ട് ഇറങ്ങടി. 5 മണി തൊട്ട് ഞാൻ വിളിക്കുക. ഇപ്പോൾ 6:10 സമയം എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ അച്ഛൻ പറയുന്ന കൂട്ട് ഇതിനെല്ലാം ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ദിവസമല്ലേ, ഒരുപാട് ദൂരം നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന്. എന്നിട്ട് ഏട്ടനെ ഒന്ന് കുണിയൊക്കെ കാണിച്ചു. ഇതേപോലെ ഈ പോസ്റ്റിൻ്റെ കാര്യമാണ് അമ്മ മുമ്പേ പറഞ്ഞത്. അപ്പോൾ ലൈറ്റ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാനതങ്ങ് ഓഫ് ചെയ്തിടുകയാണ് കേട്ടോ. പിന്നെ സീച്ചേട്ടൻ പറഞ്ഞത് കണ്ടതാ കുറേ കണ്ടതാ. ജിമ്മിൽ പോയപ്പോഴും ഈ ആവേശമൊക്കെ ഞാൻ കണ്ടതാണെന്നും പറഞ്ഞ് അമ്മയും സീച്ചേട്ടനും കൂടെ എന്നെ കളിയാക്കി ചിരിക്കുകയാണ്. എനിക്ക് പിന്നെ ഇതൊന്നും പുത്തിരിയല്ലല്ലോ. ആദ്യത്തെ വാശിക്ക് ഏട്ടനോടുള്ള ഇതും കൊണ്ട് ഞാനങ്ങ് നടന്നു പോയി കേട്ടോ. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പട്ടി അണയ്ക്കുന്ന പോലെ ഞാൻ അണയ്ക്കാൻ തുടങ്ങി. അയ്യോ, ആദ്യത്തെ ദിവസമായതുകൊണ്ട് കഴിഞ്ഞു. വളവ് പോ പതുക്കെ പോ. ടാറ്റാ. പിന്നെ വെള്ളം കഴിയുന്ന പോട്ടെ വണ്ടി പോട്ടെ. നടക്കുന്നതേ ഉള്ളൂ, തീരെ വയ്യ, കുഴഞ്ഞു. അങ്ങനെ ആദ്യത്തെ ദിവസം 1 കിലോമീറ്റർ നടന്നു കേട്ടോ. എന്നിട്ട് തിരിച്ചിതാ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. മൊത്തത്തിൽ ഞാൻ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ വീട്ടിൽ ചെന്ന് അമ്മ പാനി ചായേ എന്ന് പറഞ്ഞ് അലറി.
ഏട്ടനാണെങ്കിൽ വന്നിട്ട് ഉടനെ മുള സൈഡ് വെട്ടാൻ വേണ്ടി കയറി കേട്ടോ. നമ്മുടെ വീടിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് പടന്നു കഴിഞ്ഞപ്പോൾ അത് വെട്ടി നിർത്താമെന്നും പറഞ്ഞ് ഏട്ടൻ അതെല്ലാം കട്ട് ചെയ്ത് നിർത്തുകയാണ്. വേറെ ആവേശമൊന്നുമല്ല, ഈ ഒരു കട്ട് ചെയ്യുന്ന കത്രിക പുതിയത് വാങ്ങിച്ചതാട്ടോ, അതുകൊണ്ടാണ് ഇത്ര ആവേശത്തോടെ പോയിരുന്ന് വെട്ടുന്നത്. കഴിഞ്ഞ ഷോർട്സ് കണ്ടവർക്കറിയാം, അച്ഛൻ ഇതെടുത്ത് ഈ സൈഡിലെ പുല്ല് മുഴുവൻ വെട്ടി വൃത്തിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇന്നാണ് കേട്ടോ ആ പുല്ലൊക്കെ വൃത്തിയാക്കി നിർത്തുന്നത്. ആ തെങ്ങിൻ്റെ സൈഡിൽ വെട്ടണ്ടേ? അങ്ങനെ കുറച്ചധികം നേരം ഏട്ടനത് കട്ട് ചെയ്യുന്ന ഞാൻ നോക്കിക്കൊണ്ട് നിന്ന് കേട്ടോ. നമ്മുടെ ഈ ഒരു ഇപ്പുറത്ത് നിൽക്കുന്ന തെങ്ങ് ചീത്തയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ തെങ്ങിന് കുഴപ്പമൊന്നുമില്ല, ഈ തെങ്ങ് ചീത്തയായി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് മരുന്നൊക്കെ ഒഴിച്ച് നിർത്തിയേക്കാണ്. അങ്ങനെ നമ്മൾ മാങ്ങ പിച്ചാൻ പോവാ കേട്ടോ. മാങ്ങ പിച്ചി എടുത്ത് വെക്കാൻ കാരണം ഇത് കണ്ടോ, ഇതിൻ്റെ വെയിറ്റും കൊണ്ട് മാവെല്ലാം കൂടെ അങ്ങ് വളഞ്ഞ് റെഡിയായിട്ട് നിൽക്കുക. എന്തുവാമേ? അല്ല എന്തുവായിട്ടാ മൊത്തം കൂടെ പിച്ചല്ലേ? ഇല്ല, വലുത് വെച്ച് പിച്ചിട്ട് വീട്ടിലും കൊടുക്കാം, നമുക്കും എടുക്കാം, എല്ലാവർക്കും കൊടുക്കാം എന്ന് വിചാരിച്ചു. വിളഞ്ഞില്ല, കുറച്ചുകൂടെ ഒക്കെ വലുതാവേണ്ടതാ. പക്ഷെ ഇനി നിന്നാലും ചീത്തയായി പോവും. ഇതെടുക്കണ്ട, ആ അടി ഇതൊക്കെ ഇതുപോലെയുള്ളതേ കൊടുക്കാറുള്ളൂ കേട്ടോ. ഓക്കേ, അയ്യോ കറ കണ്ണിത്തെറിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു പോയി കേട്ടോ. കാരണം 2 വർഷം മുമ്പ്, അതോ കഴിഞ്ഞ വർഷമാണോ, നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ആർത്തി മൂത്ത് ഈ മാങ്ങ ഞാനെടുത്ത് കടിച്ചിട്ട് എൻ്റെ വായുടെ ചുറ്റും പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കറ തെറിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ വെള്ളം എടുത്ത് കണ്ണിൽ ഒഴിച്ചു കേട്ടോ. എൻ്റെ കണ്ണിലോട്ടാണ് വീണത്. കുറേ നേരം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് കുറച്ചൊരാച്ച് കിട്ടി. കത്രിയം കൊണ്ടാ പിച്ചിയെ, തെറിക്കത്തില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷെ തെറിച്ചു. അങ്ങനെ കത്രിക എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കത്രിക എടുത്ത് മൂടോടെ വെട്ടുകയാണ് കേട്ടോ. അതായത് മാവിൻ്റെ ഒരു കൊല കിടിച്ച് നിൽക്കുന്ന ആ കൊലയോട് അങ്ങ് വെട്ടിയെടുക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാം വിളഞ്ഞു നിൽക്കുന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെട്ടി, നമുക്ക് പിന്നെ ഇത് കണി വെക്കാനും എടുക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ പിടിച്ചിട്ട് നമ്മുടെ ഈ ചൂടും കൊണ്ട് വാടിപ്പോവുക കേട്ടോ. എന്ന് വെച്ചാൽ കണ്ടോ, ഇതൊക്കെ പൊഴിഞ്ഞു പോത്തേ ഉള്ളൂ. ഈ മാവിൻ്റെ പേരെന്തുവായിരുന്നു ഏട്ടാ? കോട്ടൂർക്കോണം. ഈ സീചേട്ടനുണ്ടല്ലോ, ദീപാവലി സിനിമയ്ക്കകത്ത് ജയൻ്റെവിയ, നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് പണി അങ്ങ് എടുപ്പിക്കും കേട്ടോ. അപ്പോൾ പിച്ചിയ മാങ്ങയെല്ലാം കൂടെ ഞാൻ അടുക്കളയിൽ കൊണ്ട് വച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കല്യാണി ആ ഒരു ഓസ് ഇങ്ങ് കൊണ്ടിട്ടേ, ഞാൻ അങ്ങ് വണ്ടി കഴുകിയിടാന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ ആ ഓസ് വലിച്ചുകൊണ്ട് പോയി വണ്ടി കഴുകാൻ വേണ്ടി നിന്നപ്പോൾ അതെടുത്തോണ്ട് വാ, ഇതെടുത്തോണ്ട് വാ, ഇതൊന്ന് കഴുകിയേ, ഇതൊന്ന് തുടച്ചേന്നും പറഞ്ഞ് അവസാനം വണ്ടി കഴുകുന്നതിൽ ഞാനും കൂടെ കൂടാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം പറഞ്ഞത് ആ ചെരുപ്പെല്ലാം എന്നതെടുത്ത്, അതായത് ഫ്രണ്ടിൽ കിടക്കുന്ന ചെരുപ്പെല്ലാം എടുത്തൊന്ന് അടുക്കി ഷൂറാക്കി തന്നെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഓസ് പിടിച്ച് വണ്ടി മൊത്തത്തിലൊന്ന് നനച്ചിട്, ഞാൻ പോയി സോപ്പൊക്കെ എടുത്തോണ്ട് വരട്ടെന്നും പറഞ്ഞ്. അങ്ങനെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാനും കൂടി കേട്ടോ വണ്ടി കഴുകാൻ വേണ്ടി. ഇനിയിപ്പോൾ കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് എറണാകുളത്തോട്ട് പോകണം. അപ്പോൾ പോകുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടനാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കുകയാണ്. നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തതാണ്, പക്ഷേ കട അവധിയായതുകൊണ്ട് കഴുകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. കാറിൽ നല്ല പോലെ അഴുക്കും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഞാൻ മുമ്പേ ഒന്ന് തൊട്ട് നോക്കിയത്, അതാ കണ്ട, അതുപോലെ അഴുക്കും പൊടിയൊക്കെ ഉണ്ട് കണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എറണാകുളത്ത് പോകുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ കളക്റ്റീവ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഇത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നടക്കും. ഇത്തവണ കൊച്ചിയിലാണ്, എപ്പോഴും കൊച്ചി തന്നെയാണ്, പക്ഷേ വേറെ വേറെ സ്ഥലങ്ങളിലാണ് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തവണ എനിക്ക് രവീണ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. അവൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമുക്ക് നേരത്തെ അങ്ങ് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വണ്ടിയെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കി ഇടുന്നത്. ഏട്ടനാണെങ്കിൽ ആദ്യം കാറ് കഴുകാൻ വേണ്ടി ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പതപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതിന് പതയില്ലെന്നും പറഞ്ഞിട്ട് അത് പിന്നെ തിരിച്ചു കൊണ്ടുവച്ചിട്ട് പതയുള്ള സംഭവം കൊണ്ടിട്ടിട്ട് അതും കൊണ്ടാട്ടോ കഴുകുന്നത്. ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. സീച്ചേട്ടനാണ് കേട്ടോ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. ഓരോ തവണ തുണി പോകുമ്പോഴും ആ സൈഡിൽ അഴുക്ക് പോകുന്ന കണ്ടോ, അപ്പടി ചെളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ. മഴയായതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ ചെളിവെള്ളവും തെറിച്ച് അഴുക്കായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ നേരത്തെ ഞങ്ങളുടെ പണിക്ക് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി അകത്തങ്ങ് പോയി കേട്ടോ. കാരണം അപ്പുക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവനും
എന്തായാലും കാറ് കഴുകാൻ വേണ്ടി ഇറങ്ങും. എന്നാൽ പിന്നെ 3 പേരും കൂടെ കുളിച്ചിട്ടേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പോയി. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഏട്ടൻ കാറൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കേട്ടോ. രാവിലെ ഉറക്കെഴുന്നേറ്റിട്ട് വന്നിരിക്കുക മടിയിൽ. പോയി പല്ലേക്കടാ, പോയി പല്ലേക്കടാ, പല്ലേക്കടാ. സ്കൂൾ തുറക്കാറായി. പറ്റിക്കല്ല, സ്കൂള് തുറക്കാറായി. ഒന്ന് പോയേ, പോയി പല്ല് വെച്ചിട്ട് വാ. എറണാകുളത്ത് കൊണ്ടുപോകത്തില്ല, അടങ്ങിയിരിക്കുവോ? എങ്കിൽ കൊണ്ടുവച്ചല്ലേ, അച്ഛൻ ആഹാരം കഴിക്കുന്നു. മക്കൾ പോയി പല്ല്. അമ്മ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കള കയറേണ്ടിയേ വരത്തില്ല കേട്ടോ. രാവിലെ അമ്മ പുട്ടും പയറുമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അരിപ്പുട്ട് ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ ചെമ്പാപ്പുട്ട് അതല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളുള്ള പുട്ടാട്ടോ. അപ്പോൾ പുട്ട് മൊത്തത്തിൽ ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, സാരമില്ല. പിന്നെ തേങ്ങ ഇടാത്ത നമ്മുടെ പയറ് കറിയും കൂടെ ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കൂട്ടി സീച്ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചു. ജീവിതത്തിൽ ഈ കൊച്ചു നല്ല രീതിയിൽ വരും. കാരണം അവന് ആവശ്യത്തിന് ഉറപ്പവും കിട്ടും, പഠിത്തവും നല്ലോണം കിട്ടും. 9:30 ലൈറ്റ് കിടത്തണം. അച്ഛൻ ഈ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ 9:30 ആയപ്പോൾ ഞാൻ ലൈറ്റ് കിടത്തി ഉറങ്ങാൻ വേണ്ടി കിടന്നു കേട്ടോ. ഉറക്കമൊന്നും വന്നില്ല, പക്ഷേ കണ്ണടച്ച് തന്നെ കിടന്നു. കാരണം എനിക്ക് രാവിലെ നടക്കാൻ പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അപ്പുക്കുട്ടന് ഞാൻ ബ്രഹ്മിയാട്ടോ കൊടുക്കുന്നത്. അവന് ഞാൻ ബ്രഹ്മി കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട്. നല്ല കയ്പ്പാണ്, പക്ഷെ അവൻ കഴിക്കും കേട്ടോ. എന്നിട്ട് ഇച്ചിരി പഞ്ചാരയും കൂടെ വായിലിട്ട് കൊടുക്കുമ്പോൾ അവൻ സെറ്റാണ്. ഡോക്ടർ പിള്ളേർ കഴിക്കത്തില്ലെന്നും പറഞ്ഞാൽ തന്നത്, എങ്കിലും അവൻ കൂളായിട്ട് ഇത് കഴിക്കും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഉപമിച്ച് കേട്ടാ അച്ഛൻ, കേട്ടാ പ്രസവിച്ച് കിടക്കുന്ന പട്ടിയുടെ കൂട്ടെന്ന്. അച്ഛാ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അച്ഛാ തിരിഞ്ഞിരുന്ന് ചിരിക്കുന്നു. ഗൈസ്, ഞാൻ പ്രസവിച്ച് കിടക്കുന്ന പട്ടിയെ പോലെ അലക്കും അത്ര. എനിക്കുണ്ടല്ലോ എന്തെങ്കിലും ഒരു കാര്യം അതെൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഞാൻ അതിനു വേണ്ടി നല്ലപോലെ വാദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രസവിച്ച് അതായത് അതിൽ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞാൻ കേൾക്കാറില്ല, പക്ഷെ ഞാൻ നല്ലപോലെ വാദിക്കും. ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സീച്ചേട്ടനോട് ഒരു ഉപമ പറഞ്ഞു കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ അല്ലടി കല്യാണി ഇങ്ങനെയാണെന്ന് പറയാൻ ചെന്നാൽ പ്രസവിച്ച് കിടക്കുന്ന പട്ടികൾ അലയ്ക്കുന്ന കൂട്ടി ഇവൾ എൻ്റെ നേരെ അലയ്ക്കുമെന്ന്. അത് കേട്ടിട്ടാണ് അച്ഛനും അമ്മയും കൂടെ ചിരിച്ചത് കേട്ടോ. യഥാർത്ഥത്തിൽ അത്രയ്ക്കൊന്നും ഇല്ല, എങ്കിലും ഞാനിങ്ങനെ സംസാരിക്കാറുണ്ടെന്ന് വെച്ചാൽ കിടന്നിങ്ങനെ അങ്ങ് അലയ്ക്കൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ അത് തന്നെ ശരിയെന്നും പറഞ്ഞു ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പത്തും പറഞ്ഞ് തന്നെ നിൽക്കും കേട്ടോ. അത് എനിക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യത്തിന് മാത്രമേ ഉള്ളൂ. ചിലതൊക്കെ ഞാനങ്ങ് പാളി പോകാറുണ്ട്. എന്നിട്ട് ടീച്ചർ ചോദിക്കും അന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പം ഞാനിങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ചങ്ങ് നിൽക്കും. ശരിയാണ്, ഏട്ടനാണ് പറഞ്ഞത് ശരി, ഏട്ടൻ ദൈവമാണ് എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കും കേട്ടോ. അതല്ല എൻ്റെ ഭാഗത്തെങ്ങാനും ശരിയെങ്കിൽ പിന്നെ ഞാൻ തല താഴ്ത്തുന്ന പ്രശ്നമില്ല. അങ്ങനെ ഏട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞാൻ ഗേറ്റ് അടയ്ക്കാൻ നേരത്തെ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിൽ ഇങ്ങനെ പണി നടക്കുക കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേട്ടൻ, നമ്മുടെ ചേട്ടൻ്റെ വൈഫ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. അപ്പം നമ്മളോട് വൈഫ് കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഇവിടെ ഉള്ളതാണോ? 2ാം കുറ്റിയല്ലേ? ഓക്കെ. ഗേറ്റ് അങ്ങോട്ട് അടയ്ക്കാൻ നേരത്താട്ടോ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നത്. അപ്പം മീൻ എന്തോ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പുക്കുട്ടനാണെങ്കിൽ ഞണ്ടുണ്ടെങ്കിൽ വാങ്ങണേ അമ്മയെന്നും പറഞ്ഞാട്ടോ നിൽക്കുന്നത്. അടുത്താണ് വലിയ മീൻ കൊണ്ടുവന്നോണം. ചില മീൻ ഇവിടെ ചീച്ചേട്ടൻ കൂട്ടത്തില്ല, അതാ പ്രശ്നം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോ ടാറ്റാ.
അങ്ങനെ മീൻ വാങ്ങിയില്ല കേട്ടോ. ചെറിയ ചുമന്ന മീനായിരുന്നു. അത് വെട്ടാൻ ഭയങ്കര പാടാണ്, മുള്ളടിച്ച് കയ്യിൽ കയറും. അപ്പോൾ ഞാൻ അകത്തോട്ട് വരാൻ നേരത്തെ അച്ഛൻ ഇങ്ങനെ അവിടെ ഇരുന്ന് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ചോദിച്ചു എന്താ അച്ഛാ? അപ്പോൾ അച്ഛൻ വിചാരിച്ചു. എന്നിട്ട് അച്ഛൻ എങ്ങനെ മനസ്സിലായി അത് ഇവിടെ ഇരിക്കുന്ന സാധനം അനങ്ങുന്നതെന്ന്? അതായത് അച്ഛൻ നോക്കുമ്പം ഇതാണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ ഇതിങ്ങനെ ഇരുന്ന് അനങ്ങും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഇരുന്ന് അനങ്ങും. ഈ സംഭവം കാറിൻ്റെ അകത്തിരുന്ന് അനങ്ങുന്ന പോലെ അച്ഛന് തോന്നുന്നു. അച്ഛൻ വിചാരിച്ച് കാറിൻ്റെ അകത്ത് എന്തോ ഇരിക്കുന്നേ. ഇതൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ പുറത്ത് പുല്ല് വെട്ടാൻ വേണ്ടി അങ്ങ് ഇറങ്ങി കേട്ടോ. എന്നെ തെറിയും വിളിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. വഴി കിടക്കുന്ന പുല്ലെടുത്ത് വീട്ടിൽ നടത്തി വെച്ചേക്കുന്നത്. വല്ല വാഴ നട്ടൂടെ മുളക് നട്ടൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ താഴെ വയലിൽ ഈ ഒരു പുല്ല് ഇഷ്ടം പോലുണ്ട്. ഇത് പൈസ കൊടുത്ത് ഇവിടെ നടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ വഴക്കാട്ടോ. അവസാനം എന്നോട് പറഞ്ഞു യൂണിയൻകാർ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങൂന്ന്. എന്തിനാ യൂണിയൻകാരെ കൊണ്ട് പണിയിക്കേണ്ടതിന് പകരം വീട്ടുകാർ ചെയ്യുന്നു. മുണ്ടഴിഞ്ഞു പോകുന്നു. മതി അച്ഛാ. അച്ഛാ ഇവിടെയും കൂടെ ഉണ്ട് കേട്ടോ. അച്ഛാ അതോ ഇവിടെ. നീ എന്റെ മുഖം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വിപരീതമായിട്ട് നീ കാണിച്ചു കഴിഞ്ഞാല് പിന്നെ നീ അച്ഛൻ പറഞ്ഞ് എന്തെങ്കിലും ഞാൻ അനുസരിച്ചിട്ടുണ്ടോ? അച്ഛൻ തന്നെ പറ, അനുസരിക്കുവോ? പറ അച്ഛാ. മതി ബാ. അച്ഛൻ ഇങ്ങനെ നിക്കുമ്പോ ഞാൻ എങ്ങനെ അച്ഛാ പോന്നേ? അങ്ങനെ നമ്മൾ എറണാകുളത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ. വെയിൽ കണ്ണിലോട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേന് തലവേദന എടുത്ത് വെട്ടിയിട്ട വാഴ പോലെ അവിടെ കിടക്കേണ്ടി വരും. അപ്പം നമ്മൾ എറണാകുളത്തോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ കേട്ടോ സൈഡിലോട്ട് അഴിച്ചിടുന്നത്. അങ്ങനെ പോകുന്ന വഴി നല്ല ട്രാഫിക് ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി 1.5 മണിക്കൂർ എടുത്തു കേട്ടോ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഫുഡ് കിട്ടാൻ വേണ്ടി ഒരുപാട് താമസം എടുത്തു. പക്ഷേ കിട്ടിയ ഫുഡ് നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നെറിനാണെങ്കിൽ അനന്തുവിൻ്റെ കൂടെ അവിടെ എത്തി. അപ്പം ഞാൻ പറഞ്ഞു അനന്തു നീ നെറിനെ നോക്കിക്കോണേന്ന് പറഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി വേറൊരു കടയിൽ ചെന്ന് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ അവിടെ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്, ചേച്ചി വേഗം വാന്നും പറഞ്ഞുകൊണ്ട്. ഞാനാണെങ്കിൽ ഇതാ കിലോമീറ്റർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ പരിപാടി എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവസാനം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അവളെ കാണാൻ വേണ്ടി ഓടിച്ചെല്ലുകയാണ്. അവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് വ്ളോഗ് എടുക്കേണ്ടതാ. എനിക്കറിയത്തില്ല ഇത്. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് അൻവർ വയറൊക്കെ ഞാൻ കുറച്ച് കേട്ടോ. ഗൈസ് യഥാർത്ഥത്തിൽ അനന്തുവിനാണ് പ്രായം കൂടുതൽ, 5-6 വയസ്സിന് മൂത്തതാ. പക്ഷെ അവൻ ഇവളെ ചേച്ചി എന്ന് വിളിച്ച് ഇപ്പൊ അങ്ങ് അവള് സ്വയം അങ്ങ് ആ ചേച്ചിയായി. ഇപ്പൊ അങ്ങ് കൊണ്ടുവന്നു നോക്കട്ടെ. മാമ സ്പെഷ്യൽ കുഴക്കട്ട. ഇടോ ഇത് സീച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാടാ. കൊണ്ടു കൊടുക്ക്. എടുത്ത് നല്ല മധുരമുണ്ട്. രവീണ വരുന്നു. രവീണ കൈ കൊട്ടി കളിക്കുന്നു. വേറെ ഏതോ വീട്ടിൽ ചെന്ന് കയറിയുന്നു. വേറെ ആരെയും പിടിച്ച് വീട്ടിൽ കയറ്റല്ല. ചേച്ചി നടന്നു വരുക. ആന്നാ അല്ല, അത് രവീണ ഹസ്ബൻഡ്. മോനെ മനോഹരാന്ന് വിളി. രാജ്മോഹൻ അല്ല, നമുക്ക് രാജ്മോഹൻ വേണ്ട, മനോഹരം മതി. വരുന്നു വണ്ടിയുടെ മുന്നിൽ ചാടാം.
തിരിച്ചു പോ അല്ലേ വണ്ടി അത് തന്നെ എന്ത് അല്ലയാ നിങ്ങളല്ലേ പറഞ്ഞ കേക്ക് വാങ്ങിച്ചില്ല ഞങ്ങൾ കേക്ക് വാങ്ങിച്ചു സർപ്രൈസ് ആയിരുന്നു നല്ല സർപ്രൈസ് ആയിരുന്നു ഒറ്റ ചവിട്ട് കൊടുക്ക് ലൈറ്റ് കൂട്ട് കൊച്ചിനെ നടത്തിക്കുന്നു മനോഹരൻ ഇവിടെ തന്നെ വെച്ച് കേക്ക് കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അല്ല അവന് അൻവറിന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ രവിയുടെയാണ് കേക്ക് വാങ്ങിച്ചോട്ട് വന്നത്. അപ്പോൾ അവൾ ബൈക്ക് എടുത്തപ്പോൾ അവളുടെ ബൈക്കിൻ്റെ ടീമെന്ന് പറയുന്നത് ബ്ലൂവും യെല്ലോയും ആണല്ലോ. അപ്പോൾ ഷോറൂമിൽ നിന്ന് തന്ന കേക്ക് അല്ലടി എന്ന് പറഞ്ഞ കേട്ടോ എല്ലാവരോടും ഈ തമാശ പറഞ്ഞ് ചിരിക്കുന്നത്. Happy birthday to you. Happy birthday dear Anwar. Happy birthday to you. ഞങ്ങൾ വെച്ചേരാ അതല്ല അതിന്റെ എല്ലാരോടും കേക്കൊക്കെ നീട്ടിക്കുക. അതല്ലേ രണ്ടെടുത്തോ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പിക്കുന്നതാണ്. എന്നിട്ട് എന്നോട് പറയുന്നത് നിന്നെ കണ്ടു പഠിക്കണം. അവള് പൈസ ചെലവാക്കത്തില്ല. ഞാൻ മറ്റേ 1500 രൂപയുടെ സാധനം ഇട്ടപ്പോൾ പറയാം അവള് 150 രൂപ. ഞാനിങ്ങനെ ഞാനങ്ങ് ഉരുകി ഇല്ലാണ്ടായി. അഞ്ഞു വരും. അഭിനയിക്കല്ലേ മനസ്സിലാവും. സോറി പറഞ്ഞല്ലേ.
ജീൻസ് ആവാം എന്തായാലും ഷൂ ചിരിപ്പ് പഠിക്കില്ല എനിക്ക് എക്സ്പ്രഷൻ കാണാൻ വരുന്നില്ല. എനിക്കറിയത്തില്ല സൈസ് ആണോ ഫസ്റ്റ് ബ്രാൻഡ് ശരിക്കും കേക്ക് ഉണ്ട് അത് മതി. നിനക്ക് മേടിച്ച പാലി ശബ്ദം വാങ്ങിയിട്ട് സമയം വല്ലാതെ വളത്തിലായപ്പോ ഇതിന്റെ സമയം കണ്ടിട്ട് നോക്കില്ലാത്ത നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിലൊരു ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവനോട് ഷൂ ഒന്ന് ഇട്ട് നോക്കാൻ പറഞ്ഞു കേട്ടോ. അവന് കറക്റ്റ് പാകമാണെന്നറിയാൻ അങ്ങനെ അവൻ ഷൂ എല്ലാം ഒന്ന് ഇട്ട് നോക്കി. അവന് കറക്റ്റ് പാകമാണെന്ന് അറിഞ്ഞിട്ട് അത് മടക്കി അങ്ങ് എടുത്ത് വെച്ചു. ശേഷം രവീണ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. രവീണ അൻവറും ഇന്ന് തന്നെ പോകും. കാരണം രവീണയ്ക്ക് അവിടെ ചെന്നിട്ട് ഇനി പ്രിപ്പയർ ഒക്കെ ചെയ്യണം നാളത്തെ പരിപാടിക്ക്. അവൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് അവിടെ ബൈക്കിൻ്റെ മണ്ടയ്ക്ക് എല്ലാവരും കൂടെ വലിഞ്ഞു പിടിച്ച് കയറിയിരുന്നു കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഗ്രൂപ്പിൽ തട്ടും. ഈ വീഡിയോ ഒരാഴ്ചകളിലല്ലേ വരും. ഡ്രസ് ഇട്ടേക്കാണ്. അനന്തു ടാറ്റ. രവീണ മൻമോഹറിന്റെ കൂടെ പോകുന്നു. സോറി അല്ല, ഞാൻ മൻമോഹൻ അല്ല മനോഹരൻ. അവർക്ക് ഇതൊന്നും ഒരു വഴിയല്ല. പിടി 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 പിടി. അലക്കല്ലേ പൂവല്ലേ. അപ്പം നമ്മൾ താമസിക്കുന്ന വീട് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ, അതായത് എൻ്റെ ചിറ്റപ്പൻ്റെ വീടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് അൻവർ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്നലെ രാത്രി ഉറങ്ങി കേട്ടോ. 1 മണിയൊക്കെ ആയി. രാത്രി 1 മണിയൊക്കെ ആയി ഉറങ്ങിയപ്പോൾ. വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ രാവിലെ അതാ ദോശ ചൂടുകയാണ് കേട്ടോ. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ച് താമസിച്ചു. ആ സമയത്ത് അനന്തു അടുക്കളയിൽ നിന്ന് ദോശ ഇടുമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു മോൻ പോയി ഇരുന്നോ, ഞാൻ ദോശ ഇട്ട് തരാമെന്നും പറഞ്ഞ് അവന് ദോശ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നെറിനാണെങ്കിലും വെളുപ്പങ്കാലത്തെങ്ങാണ്ട് കേട്ടോ ഉറങ്ങിയത്. അവൾക്കാണെങ്കിൽ ഇങ്ങനെ വീട് മാറി കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉറക്കം വന്നില്ല. പിന്നെ അവൾ അങ്ങനെ താമസിച്ച് ഉറങ്ങിയോണ്ട് തന്നെ ഞാൻ അവളെ വിളിച്ച് എണീപ്പിച്ചില്ല കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് അനന്തൂര് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് മൊത്തത്തിൽ ഐസായി പോയതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് നെല്ലിക്ക അച്ചാർ എടുത്തു. എനിക്കാണെങ്കിൽ ദോശയും ചമ്മന്തി മാത്രം കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ കൂടെ എന്തെങ്കിലും എരിവുള്ള അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ നെല്ലിക്ക അച്ചാർ എടുത്തു വെച്ചു. ഇത് പണ്ടെങ്ങാണ്ട് അമ്മ വന്നപ്പം അനന്തൂന് ഇട്ട് വെച്ചിട്ട് പോയ നെല്ലിക്ക അച്ചാറാണ് കേട്ടോ അവൻ പറഞ്ഞു കേട്ടോ. അതിലാകെ പിന്നെ 2 പീസ് കൂടെങ്ങാണ്ട് അടിയിൽ ഇച്ചിരി ഉള്ളായിരുന്നു, അത് ഞാൻ എടുത്തു. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ ചുട്ടിട്ട് ഞാനത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേന് നെറിന് എഴുന്നേറ്റ് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വേഗം വാ, പോയി പല്ലൊക്കെ തേച്ചിട്ട് വേഗം കഴിക്കാൻ വേണ്ടി ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ അവളും കല്ലൊക്കെ തേച്ച് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അനന്തു നേരത്തെ ആദ്യം തന്നെ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടനും ഞാൻ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇട്ടത് 3 ദോശയാണ്, അത്രയും വേണ്ടെന്നും പറഞ്ഞ് അവൾ തിരിച്ചൊരെണ്ണം കൊണ്ടിട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് സമയം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പോകാൻ റെഡി ആവണമായിരുന്നു. ഉച്ചത്തേക്ക് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഏട്ടന് വിശന്നുകൊണ്ട് ഏട്ടൻ കഴിക്കാൻ വേണ്ടി ആദ്യം കയറി. ഗായ്സ്, എറണാകുളത്തെ ഹണി റോസ് കഴിക്കും. ഇപ്പൊ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് എനിക്ക് മുടി ഒന്നുകൂടെ സെറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതാട്ടോ. പക്ഷേ ഷോള് കുത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുത്തിയിട്ടപ്പോൾ നെറിയും പറഞ്ഞു, ഈ ചേച്ചി എന്താ കൊച്ചു കുഞ്ഞാണോ, ഷോള് പിന്നൊന്നും കുത്തണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അത് എങ്ങനെ ഇടും എന്നായി കേട്ടോ കൺഫ്യൂഷൻ. അവസാനം ഞാൻ പിന്നെ കുത്താതെ സൈഡിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ചെരുപ്പ് ഇതിന് മാച്ചിങ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീട്ടിൽ നിന്ന് കുറേ ചെരുപ്പ് എടുത്തോണ്ടാട്ടോ വന്നത്. ഇറങ്ങിയപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വഴിയിലാണെങ്കിൽ നല്ല ബ്ലോക്കാണ്. എറണാകുളത്ത് 1.5 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ കിടക്കാൻ പറ്റും സുഖമായിട്ട്. ആ നഗ്ന സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മൾ അവിടെ അകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൈക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മുടെ രവിയുടെ മോൾ എത്തി. എൻ്റെ പൊന്നോ സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ സൈഡിലങ്ങ് ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ, കാരണം ഓൾറെഡി ഇത്തിരി ലേറ്റായിട്ട് ചെന്നുകൊണ്ട്. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതെടുക്കും ഞാൻ. ഇങ്ങനെ വെളുപ്പ് പോലെ അഷിയായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അൻവറിനെ ഡാൻസ് പഠിപ്പിക്കലായിരുന്നു കേട്ടോ. അവൻ കുറേ നേരം കളിച്ചൊക്കെ നോക്കിയിട്ട് അടുത്ത തവണ നമുക്ക് സെറ്റാക്കാം, സ്വന്തമായിട്ട് സ്റ്റെപ്പ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് മുങ്ങി. അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങളിരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് അൻവർ അങ്ങ് പോയി കേട്ടോ. അവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പം സമയം 2:30 ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, അപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഉറങ്ങാൻ പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് രവീണ ഇറങ്ങാൻ പോവാണ് കേട്ടോ. കാരണം ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വീഡിയോ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ലാപ്ടോപ്പിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അവർക്കത് കൊടുക്കാൻ പോകണം. നിർന്നു അത് കഴിയുമ്പോൾ ഇറങ്ങും. രാഷ്മിക മന്ദന പോവുക. സുഖമുണ്ട്. ഓ, ഊബറാണോ വന്നാ? ഞാൻ വിചാരിച്ച് മനോഹരൻ ചേട്ടൻ വന്നെന്ന്. എന്നാലും നീ ഇന്ന് പള്ളി പോകാൻ ശരിയായില്ല. ഫേമസ് യൂട്യൂബർ നോക്കുന്നില്ല. ബാക്കിലോട്ടാണോ? ബൈ. അയ്യോ, അതെടുക്ക്. ഞങ്ങൾ എടുത്തോ. ശരി ചിലപ്പോ
രവീണ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം നെറിൻ പോവാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നലെ ഒന്ന് പാക്ക് ചെയ്തതാണ് കേട്ടോ അവള് ഫുള്ള്. ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് അതെ എല്ലാം പാക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞിട്ട് നീ പോന്നോ അപ്പം പറഞ്ഞ് പോവാ ചേച്ചി. അത് കഴിഞ്ഞപ്പോൾ രവീണ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ എങ്കില് ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ ഒക്കെ വായി കൊടുത്തിങ്ങ് പോരുന്നു. രവീണ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചാൽ നീ സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ. അതെ നമുക്ക് ഷൂട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് എന്ന് നിൽക്കാം ഇങ്ങനെ. ചേച്ചി എന്താ ഇവിടെ അതെ വാ സംസാരിക്കാം. ചേച്ചി കയറി വാ. അയ്യോ പള്ളി ഇവിടെ വന്നോ. വിളിക്കാന്ന് പറയാ പൊടിയും. അങ്ങനല്ല എനിക്കെന്തോ നമുക്ക് വേണ്ട. അങ്ങനെ അവളും പോവാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്കും വീട്ടിൽ പോയാൽ കൊള്ളാമെന്നായി കേട്ടോ. കാരണം പിന്നെ ഇവിടെ നിന്നിട്ട് വലിയ സുഖമൊന്നുമില്ല. കാരണം എല്ലാവരും ഉള്ളപ്പോഴേ ആ ഒരു സന്തോഷവും ആ ഒരു ഇതൊക്കെ ഉള്ളൂ നമുക്ക്. അപ്പോൾ പിന്നെ ഞാനും ടീച്ചറിനോട് നമുക്കും പോയാലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ഊബറിൻ്റെ കോഡൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവളെയും പറഞ്ഞു വിട്ട് അവളും ടാറ്റയൊക്കെ തന്ന് പോയി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കളി വീടുറങ്ങിയല്ലോ ഇങ്ങനെ പാട്ടൊക്കെ പാടി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ മനസ്സിന് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ മറ്റേ ബാക്ക് വശത്തൊക്കെ പോയി കുറച്ച് നേരം നിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ ചുറ്റും ഇങ്ങനെ വീടുകളാണേ അടുത്തടുത്ത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ കുറേ കുട്ടികൾ. അപ്പോൾ ഞാനിങ്ങനെ സൂം അടിച്ച് നോക്കിയിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് അവരോട് കാര്യമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറി. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇവിടെ ഇരിക്കാൻ നല്ലതാണെന്ന് അനന്തു പറഞ്ഞു കേട്ടോ. ഈ തേങ്ങ ഉണങ്ങി വീഡിയോ അമ്മ അങ്ങോട്ടൊന്നും നോക്കുന്നത് അപ്പൊ ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ദൂണ്ട് ആ കാണുന്ന കണ്ട അതാണ് ന്യൂക്ലിയസ് മാള്. ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഒരു പാലം ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് അങ്ങോട്ട് ഇറങ്ങായിരുന്നു. അപ്പോൾ അപ്പു പറഞ്ഞ പൂച്ചക്കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം. അതെ അമ്മ ഞാനല്ലേ കൂട്ടിരിക്കുന്ന പൂച്ച നല്ല രസമുണ്ട്. അമ്മ ഞാനല്ലേ അത് കണ്ടുപിടിച്ച. ആരാ കണ്ടുപിടിച്ച? വീട്ടിൽ കൊണ്ടുവന്നാ ഞാൻ വലുതിനെയും ആ കുഞ്ഞിനെയും നമ്മള് വൈകുന്നേരം ഇന്ന് നമ്മൾ പോകും കേട്ടോ. ഇന്ന് തന്നെ നമ്മൾ പോകും. വൈകുന്നേരം നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാണ്. 2 ആണ്, 2 ആണ്, 3 ആണ്, 10 ആണ്, 100. നമ്മൾ തൃപ്പൂണിത്തറ അമ്പലത്തിലാണ് കേട്ടോ വന്നത്. വൈകുന്നേരം നല്ലൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അനന്തു എന്നും പോകാറുണ്ടെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇത്ര അടുത്താട്ടോ, 1 കിലോമീറ്റർ 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് തൊഴുതിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ. സോറി ഭയങ്കര ബ്ലോക്കായിട്ട് നമ്മൾ പെട്ട്. ബ്ലോക്ക് മീൻസ് കാറിട്ടിട്ട് തിരിച്ചിറങ്ങാൻ പറ്റാത്ത രീതി. അപ്പം നാളെ രാവിലെ 4 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം ന്യൂക്ലിയസ് മാളിലൊക്കെ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്ന് നേരത്തെ കിടന്നുറങ്ങാം. ഇന്നലത്തെ ഉറക്കമൊന്നും ശരിയായില്ല. എല്ലാവരും ഇവരോട് ചോദിക്കും ഡാർക്ക് സർക്കിൾസ് ശരിക്കും വന്നു തുടങ്ങി. പക്ഷെ ഇപ്പം ഇച്ചിരി കുറവുണ്ട് കേട്ടോ. കൺസീലർ ഇട്ടേക്കും അതുകൊണ്ടാണ്. ഓക്കെ അങ്ങനൊന്നും ഇല്ല അവിടെ വെച്ച് അതെടുക്കരുത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അവിടെ വെച്ചതാ ഈ ഒരു വാച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അപ്പോൾ വാങ്ങിയില്ല. പിന്നെ നമ്മൾ തിരിച്ചു വരാൻ നേരത്തെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഞണ്ടും കൊഞ്ചും അങ്ങനെ ഉണ്ടോന്ന് കഴിച്ചിട്ട് പറയാം. അങ്ങനെ അകത്ത് കയറി നമ്മളൊരു മീൻ ഫ്രൈ, പിന്നെ ഞണ്ട്, പിന്നെ ബീഫ്, ചോറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ വാങ്ങിയത്. ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റിംഗ് ടൈം ഉണ്ട്. അത് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കേട്ടോ. പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞണ്ടൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനാണെങ്കിൽ ചോറ് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ചോറും കുറച്ച് ഞണ്ടിൻ്റെ ഗ്രേവിയൊക്കെ എടുത്തായിരുന്നു. എനിക്ക് ഞണ്ട് അങ്ങനെ അലർജി എന്നല്ല, ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ ഞണ്ടിൻ്റെ ഗ്രേവി ഞാൻ നന്നായിട്ട് കഴിച്ചു. അങ്ങനെ നമ്മൾ മനസ്സ് നിറഞ്ഞാട്ടോ
കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നല്ല ഫുഡായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു റേറ്റ് കുറച്ചുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് അൻവർ പുറത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ അവന് ട്രെയിൻ മിസ്സായി. അപ്പോൾ അപ്പൂൻ്റെ കളിപ്പാട്ടും പെട്ടി അനന്തൂരെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. അനന്തു പെട്ടി എടുക്കണേ. ടാറ്റാ. അങ്ങനെ നമ്മൾ 9:30 കഴിഞ്ഞ് കേട്ടോ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തൊട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്താൻ വേണ്ടി താമസിച്ചു പോയി. അപ്പം വിഷു അല്ലേ നാളെ. അപ്പം നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. മറ്റേ നേരത്തെ വാങ്ങുമായിരുന്നല്ലോ. അപ്പം നമ്മൾ ട്രിവാൻഡ്രം ലുലുവിലോട്ട് വന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഉത്സവത്തിനേക്കാട്ടിലും ആൾക്കാരുണ്ട്. നമ്മൾ 1 കിലോമീറ്റർ ദൂരെ വണ്ടി ഇട്ടിട്ട് അങ്ങ് ഞാനൊരു കാര്യം കാണിച്ചു തരാം. അവിടെ കാണുന്ന പാലത്തിൽ കൂടെ കയറി വേണം ലുലുവിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. കാരണം ഈ വഴിയിലെല്ലാം പാർക്ക് ചെയ്തിട്ടൊക്കെ എല്ലാവരും. അപ്പോൾ ചെന്ന് അവിടുന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ദൂരെ ഒരു പാലം കണ്ട. ഈ പാലം കയറിയിട്ടേ നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അത്രയും നടക്കണം. അവിടെ വന്നിട്ട് എൻ്റെ ഡൂമാളിൽ നോക്ക്, അകത്തെ സ്ഥലം തീർന്നിട്ട് പുറത്ത് പാർക്ക് ചെയ്തേക്കുന്നുണ്ട് അവിടെ ഫുള്ള്. ഗൈസ് ഇവിടെ വന്ന് വാച്ച് നോട്ടം തുടങ്ങി. ഇതെന്താ ഇവിടെ? അത് പെണ്ണുങ്ങളുടെ അല്ലേ? അത് പെണ്ണുങ്ങളുടെ അല്ലേ? എൻ്റെ ദൈവമേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നും പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. ഇനി അത് വാങ്ങാൻ വന്നയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഈശ്വര. പറഞ്ഞു ഇത് റോസ് ഗോൾഡ് ആണോ ഗോൾഡ് ആണോ? അങ്ങനെ സീച്ചേട്ടൻ എനിക്ക് ആ വാച്ച് വാങ്ങിത്തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഞാനിത് വിചാരിച്ചു. ഞാൻ മുമ്പേ ആ ലുലുമാളി വെച്ച് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ കൊള്ളാം, എനിക്ക് സന്തോഷമായി. അതിനുശേഷം നമ്മൾ വിഷുവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കയറി കേട്ടോ. ഈ ഒരു പെട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും അതിന് 4000 സംതിങ് ആണ് കേട്ടോ ചെറുതിൻ്റെ വില. അതുകൊണ്ട് എടുത്തില്ല. ഇതെല്ലാം നടക്കുന്നത് ഒരു ദിവസമാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് തിരിച്ച് വന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് നമ്മൾ ട്രിവാൻഡ്രം ലുലുവിൽ വന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് ബില്ലൊക്കെ അടിച്ച് നല്ല തിരക്കായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു 12 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ പറ്റുമോയെന്ന്. അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് നടക്കുക. നമ്മൾ റോഡിലല്ലേ വണ്ടി ഇട്ട്. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുപോലെ തിരക്കാണ്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൈവമേ, 12 മണിക്ക് മുമ്പ് വീട്ടിൽ ചെന്നായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ കണി വയ്ക്കുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ സീച്ചേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. ഞാനാണെങ്കിൽ ഉന്തി തള്ളിക്കൊണ്ട് ഇനി ഏത് ഗേറ്റിലാണ് നിൽക്കുന്നതെന്ന് അറിയണം. കുറച്ചധികം നടക്കാനുണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി. ഞാൻ ഏതെങ്കിലും ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കട്ടെ. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിൽ എത്തിയിട്ട് ചേട്ടൻ കിടന്നുറങ്ങി കേട്ടോ. 12 മണിക്ക് മുമ്പ് കിടക്കണമല്ലോ. ഞാൻ കണിയൊക്കെ പെട്ടെന്ന് തന്നെ ഒരുക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനി ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വലിയ വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് എല്ലാം താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.